ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ സുഖം. അപ്പോൾ റമദാൻ ക്ലീനിങ്ങിൽ ഇതൊരു ഭാഗവും കൂടി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, എല്ലാവർക്കും ഒന്ന് നീറ്റായിട്ട് എടുത്തു വെച്ച്. അപ്പോൾ നമുക്ക് റമദാൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമുക്ക് നോമ്പല്ലേ. അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പാവപ്പെട്ടവൻ്റെ പട്ടിണിയുടെ വില എന്താണെന്നറിയാൻ വേണ്ടിയാണോ? എന്നെങ്കിൽ അല്ല കേട്ടോ. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ വേണ്ടിയാണ് എന്ന്. അപ്പോൾ തഖ്വ കിട്ടാൻ പുതിയൊരു നന്മ കൊണ്ടുവരണം. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പും നിസ്കാരം എല്ലാം ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു നന്മയെങ്കിലും നമ്മളെ ജീവിതത്തിൽ അത് മരിക്കുന്നത് വരെ നമ്മളത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അൽഹംദുലില്ലാ, നമ്മളെക്കൊണ്ട് ഒന്നോ സുന്നത്ത് നിസ്കാരമോ ഇല്ല എന്തെങ്കിലും ദിക്റുകളോ നമ്മൾ അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഒപ്പം തന്നെ അതും നമ്മൾ കൊണ്ടുപോകാം മരിക്കുന്നത് വരെ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, അപ്പോൾ ഈ തഖ്വ പറഞ്ഞാൽ എന്ത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നു, എന്താണ് തഖ്വ എന്നാൽ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മളിപ്പോൾ വഴിയിൽ നടക്കുന്ന സമയത്ത് നമ്മളെ കാലിനെ ശ്രദ്ധിക്കാറില്ലേ? കാലിൽ മുള്ളോ കല്ലോ എന്തെങ്കിലും തട്ടോ എന്തെങ്കിലും മുറിയാവോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ ചോദിച്ച ആൾ മറുപടി പറയുന്നത്, അതേ, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നടക്കുന്ന സമയത്ത്. അതുപോലെയാണ് തഖ്വ. നമ്മളെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നെങ്കിൽ അവനെയാണ് തഖ്വകാരനോ തഖ്വകാരിയോ എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും തഖ്വ ഉള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ റമദാനായി ഡേ 1 ആണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ റമദാൻ മുബാറക്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡേ 1 ഇന്നാണ്. ഇൻഷാ അല്ലാഹ് ഡേ 2 കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. അൽഹംദുലില്ലാ, റമദാനിലെ നമ്മൾക്കെല്ലാവർക്കും ഇബാദത്ത് അധികരിച്ച് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ മറക്കാതെ ദുആയിൽ ഉൾപ്പെടുത്തുക. Thank you for watching.